മെയിൽ സെക്ഷൽ പ്രോബ്ലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണ്. പെനീസിലേക്കുള്ളതും മെയിൽ സെക്ഷൽ ഓർഗൻസിലേക്കുള്ള പെനീസിലേക്കുള്ള സർക്കുലേഷന്റെ കുറവാണ്. എന്തുകൊണ്ടാണ് സർക്കുലേഷൻ കുറയുക എന്നുള്ളതിന് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ 3 നമുക്കൊക്കെ അറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റിക് ആണ്, പ്രമേഹമാണ് അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാത്തൊരു കാര്യമാണ്. ബാക്കി ഡയബറ്റിക്കും കൊളസ്ട്രോളൊക്കെ നമുക്കറിയാം, ഇതൊക്കെ കാരണമാവും. കാരണം എന്താ, ഒന്ന് ആർട്ടറിയോസ്ക്ലീറോസിസ്, ബ്ലഡ് വെസൽസ് ഡയലേഷൻ കുറയുന്നതും സർക്കുലേഷൻ കുറയുന്ന അറിയാം. പക്ഷെ നമ്മൾ അറിയാത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടാമത്തെ കാര്യം, സ്ട്രെസ്സാണ്. അതുപോലെ ടെൻഷനും കാര്യം, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ട് നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ അല്ലെ സെക്ഷൽ ലൈഫിനെ അത് ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ഈ 3 കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹസിൻ. ആദ്യം പറഞ്ഞ ഡയബറ്റീസും ഉണ്ട്, അതായത് പ്രമേഹം കൊണ്ടുണ്ടാവുന്ന സെക്ഷൽ പ്രോബ്ലംസ്. നമുക്കൊക്കെ അറിയാം എന്താണ്, ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നെർവ്സ് പതിയെ വീക്ക്നെസ് തുടങ്ങും. ബ്ലഡ് വെസൽസ് ആയാലും നോർമൽ നെർവ്സ് ആയാലും പതിയെ എന്താവും, ബുദ്ധിമുട്ടുകളും ഒരുപാട് കാരണം നമുക്കറിയാം. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ കെയർ ചെയ്യാതെ വിടുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ സർക്കുലേഷൻ കുറയാന്നുള്ളതാണ്. സർക്കുലേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിന് ഡാമേജ് ആവും. ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ ആ പെനീസിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ പുരുഷ ലൈംഗിക അവയവത്തിന് കൃത്യമായി വരിക്കാതെ വരികയും, ഇത് ലഭിക്കാതിരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഉദ്ധാരണം ലഭിക്കാതെ വരും. അതോടെ തന്നെ ഉന്മേഷം കുറയും. അപ്പം നമുക്കറിയാൻ പറ്റും കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്ക് സർക്കുലേഷൻ വന്നിട്ടില്ലെന്ന് സംഭവിക്കും. ജനറൽ വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യും. ഏത് സമയത്തും ഒരു ടയർഡ്നെസ് ആയിരിക്കും. പിന്നീട് മെല്ലെ എന്ത് ചെയ്യും, സെക്ഷൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഡയബറ്റിക്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർക്ക് കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ നോർമലി ചില സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ ഡയബറ്റിക്കിന് അതൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണിക്കും. നോർമലി പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന സെക്ഷൽ വീക്ക്നെസ്സുകൾ ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ സെക്ഷൽ പ്രോബ്ലംസ് കാണിക്കും. കാരണം എന്താണ്, ഈ പറഞ്ഞ 2 കാരണങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ സർക്കുലേഷൻ കിട്ടാത്തൊരവസ്ഥയും നെർവ്സിൻ്റെ ഡാമേജും കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സെൻസേഷനും കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഉള്ളവർ നിർബന്ധമായിട്ടും താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇന്നിപ്പോൾ വ്യത്യസ്ത തരം മെഡിസിൻ്റെ ഉപരി മെഡിസിൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഈ ഫുഡ് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രൂപത്തിൽ ഡയബറ്റിക്കിൽ കൺട്രോളായി വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഡയബറ്റിക് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും സർക്കുലേഷൻ കാര്യങ്ങൾ കൂടും. സർക്കുലേഷൻ കൂടുന്ന സമയത്ത് എന്താവും, ഈ പറഞ്ഞ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കുറയും. ഇനി എങ്ങനെയാണ് നമുക്കതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്താണെന്ന് നോക്കാം. ഡയബറ്റിക്കിനെ നമ്മൾ അറിയാതെ എന്തൊക്കെ രൂപത്തിലാണെന്നുള്ള ഇതിൻ്റെ വിശദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ആയിട്ടും ഏതൊക്കെ എക്സസൈസ് ആയിട്ടും കാര്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് എന്താ സംഭവിക്കുക, പിന്നെ മെഡിസിൻസ് ഇപ്പോൾ ഒരു 1 മന്ത് കഴിച്ചിട്ട് മാറ്റമൊന്നുമില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, സെക്ഷൽ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻസായിട്ട് സംസാരിച്ചിട്ട് നന്നായിട്ട് സംസാരിക്കുക. അത് ഒരു ഡീപ്പായിട്ട് കൗൺസിലിംഗ് പോലെ തന്നെ, കൺസൾട്ടിങ്ങിന് ഉപരി വിശദമായിട്ട് അപ്പോൾ അവർ പറയും, ഡോക്ടർ 10 വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നു. അപ്പോൾ എല്ലാ സെൻറ്ററുകളിലും എല്ലാ വ്യക്തികളുടെ അടുത്ത്, എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അവസാനമാണ് നമ്മുടെ കയ്യിലെത്തുക. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളിവിടെ എത്താനുള്ള കാരണം എന്താണ്? അത് ഡോക്ടർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരോട് പറയും, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ട്രീറ്റ്മെൻ്റ് അല്ല. നിങ്ങൾ കഴിച്ച ഉടനെ മാറ്റം വരുത്തുക എന്നുള്ളത് ട്രീറ്റ്മെൻ്റ് അല്ല. അത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കിട്ടുന്ന റിലീഫാണ്. അപ്പോൾ അവരോട് പറയും, ട്രീറ്റ്മെൻറ്റ് മുമ്പേ പറയും കൃത്യമായിട്ട്. ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരു 1 മന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 20% ആയിരിക്കും. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ സിവിയാരിറ്റിയാണ്. ആ അസുഖത്തിൻ്റെ വന്നിട്ടുള്ള പഴക്കത്തിനനുസരിച്ചും ഓരോ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോ പേഷ്യൻസിന് വേരിയേഷൻ ആയിരിക്കും. അപ്പോൾ അവരോട് പറയും, ഡോക്ടർ മെഡിസിൻ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ അവിടെ പെർമനൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇവർ വന്നിട്ട് ഒരു 1 മന്ത് ഉണ്ട്, ഡോക്ടർ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ചോദിക്കും, ടോട്ടലി ചേഞ്ചസ് ചോദിക്കുന്ന സമയത്ത് ചോദിക്കും, ഇപ്പം മോർണിംഗ് ചില സമയത്ത് തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ ചില സമയങ്ങളിൽ ചെറിയ ഇറക്ഷൻസ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയാം, അത് മാറ്റമല്ലേ? ഡോക്ടർ അതൊരു മാറ്റമാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം പറയാം. അപ്പം ഈ രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അവരോട് പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്.
ഇനി അപ്പം ഈ രൂപത്തിൽ എടുത്തിട്ട് പോലും മാറ്റമില്ല, ഇനിയിപ്പം തുടർച്ചയായിട്ട് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് അപ്പോൾ അവർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഡോക്ടർ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ അവർ ഫാമിലി എടുത്ത സമയത്ത് അവർ പറയും ഡോക്ടർ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളിപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലം വന്നതിന് ശേഷം പുള്ളി ഏതോ ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ് ചില സമയത്ത് ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ വന്നിട്ടുള്ളത്. പക്ഷേ അത് പുള്ളി മൈൻഡ് കൊടുത്തിട്ട് പുള്ളി കൃത്യമായിട്ട് പറയാതിരുന്നു ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ വിശദമായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പറയണില്ല, പക്ഷേ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ നോർമലുമാണ്, ഡയബറ്റിക് ഇല്ല, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അവരോട് ചോദിച്ചു എന്താ ബുദ്ധിമുട്ടുകളുണ്ടോ, ഇല്ല ഡോക്ടർ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ്. അപ്പം അവരറിയാതെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ടെൻഷനും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ കൊടുത്തു. അപ്പോൾ ഒരു 1 month കഴിഞ്ഞിട്ട് വരുമ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്നാണ്. വേറൊരു മെഡിസിൻ അവർക്ക് കൊടുത്തിട്ടില്ല. പുള്ളി ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ, അതായത് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുമ്പോൾ അതെങ്ങനെ സെക്സിനെ ബാധിക്കാൻ നമുക്ക് നോക്കാം. ഈ സ്ട്രെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആങ്സൈറ്റി വരുന്ന സമയത്ത് ബോഡിയിൽ അഡ്രിനാലിൻ ഹൈ ആയിരിക്കും. ആ സമയങ്ങളിലുള്ള ഫ്ലൈറ്റ് ഒരു അഡ്രിനാലിൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഒരു എമർജൻസി ഹോർമോണാണ്. ഒരു പെട്ടെന്നുള്ളൊരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബോഡി എന്താ പറയുക യുദ്ധം പോലെയാണ്. പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഷറൊക്കെ കൂടി ബോഡി ഇങ്ങനെ എന്തോ ഒരു അറ്റാക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് റെഡ്യൂസ് ചെയ്യും. അതായത് വളരെ അത്യാവശ്യമായിട്ടുള്ള സർവീസുകൾ മാത്രം മതി എന്നുള്ള രൂപത്തിൽ ചെറിയ സർക്കുലേഷൻ അത് നിലനിർത്താനുള്ള രൂപത്തിൽ കൊടുക്കും. പക്ഷെ ബാക്കിയൊക്കെ എന്തെങ്കിലും BP ഹൈ ആയിരിക്കും, ബോഡി ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, ബോഡി ഒരു എമർജൻസി സിറ്റുവേഷൻ മൂഡിലേക്ക് മാറും. അപ്പോൾ ഈ രൂപത്തിൽ അഡ്രിനാലിൻ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ബ്ലഡ് വെസൽസ് ഒക്കെ നന്നായിട്ട് പ്രഷറിലായിരിക്കും. സാധാരണ ഇതിൽ നന്നായിട്ട് ഡയലേഷൻ സംഭവിച്ചാൽ മാത്രം എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് സർക്കുലേഷൻ. ഇത് ഏതെങ്കിലും ഒരു സമയത്തല്ലേ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ കുഴപ്പമില്ല, അത് ബോഡിയുടെ നോർമൽ മെക്കാനിസം ആണ്. ഇത് ഫുൾ ടൈം ഈ രൂപത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, പതിയെ പതിയെ ബാക്കിയുള്ള ഭാഗങ്ങൾ സർക്കുലേഷൻ കിട്ടാതെ വരും, മൂഡുകൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും, ഹോർമോണൽ ചേഞ്ചസ് വരും, സ്ട്രെസ് നന്നായിട്ട് വർദ്ധിക്കും, ഈ പറഞ്ഞ സെക്ഷൽ ഡിസയർ കുറയും, അറിയാതെ പ്രശ്നങ്ങൾ തുടങ്ങാൻ തുടങ്ങും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതെറിയോസ്ക്ലീറോസിസ്. എന്താണ്, നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റിക് ആണ്, രണ്ടാമത് പറഞ്ഞു സ്ട്രെസ്സാണ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് രക്തപോലെ അടങ്ങുന്ന ഫ്ലാറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ കൊളസ്ട്രോൾ ആയിരിക്കാം, അല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ചില ഇപ്പം അടുത്ത് നടന്ന റിസർച്ചിനനുസരിച്ച് ചില ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടിയ സമയത്ത് അവരിലുണ്ടാകുന്ന പ്രീമച്ചുർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ നല്ല മെഡിസിൻസ് ഇല്ലാതെ തന്നെ നല്ല മാറ്റം കണ്ടു. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന്, സർക്കുലേഷൻ കൂടി. നേരത്തെ പറഞ്ഞ സർക്കുലേഷൻ കുറവുകൊണ്ടാണ് സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ബോഡി ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻ കൂടി. പേഷ്യൻസിനോട് കൃത്യമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചിട്ടും നിങ്ങൾ ഷോർട്ടായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് കഴിക്കുന്ന മെഡിസിൻ, അത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഫാസ്റ്റ് റിലീഫ് ഉണ്ടാവും. അവർ തന്നെ വന്നിട്ട് പറയും ഡോക്ടർ ഇപ്പോൾ എനിക്ക് പണ്ടത്തെ അത്ര റിസൾട്ട് ഇല്ല, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ് ഡോക്ടർ എന്ന് വന്ന് പറയും. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, മെഡിസിൻസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സെക്ഷൽ വീക്ക്നെസ് വന്നിട്ടുണ്ടോ അതിനർത്ഥം നിങ്ങളുടെ ബോഡിയിൽ ഇന്റേണൽ സർക്കുലേഷൻ പ്രോപ്പർ അല്ല എന്നാണ്. അപ്പോൾ പ്രോപ്പർ എല്ലാ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ ഫിസിക്കൽ വർക്ക് ചെയ്യണം. ഈ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ഇന്റേണൽ ബോഡി സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുകയും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. മെഡിസിൻ എടുക്കുന്ന പേഷ്യൻറ്റുകൾ കൃത്യമായിട്ട് ഞാൻ പറയാറുണ്ട്, ദിവസവും നിർബന്ധമായിട്ടും ഒരു 1 hour ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമാണ്. സെക്ഷൽ പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് നോക്കാം. നമുക്ക് ബോഡി കാണിച്ചു തരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഏർലി സിംറ്റംസ് ആയിട്ട് നമ്മൾ മുൻകൂട്ടി പറയുന്നുള്ളത്, ചില സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഈ പറഞ്ഞ സെക്സിനോടുള്ള താല്പര്യമില്ലാത്തവർ, സെക്ഷൽ ഡിസയർ വളരെ കുറയും. പിന്നെ സ്ട്രെങ്ത് കുറവായിരിക്കും, ബന്ധപ്പെടുമ്പോൾ തന്നെ പെനീസിന് സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥ വരും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന അമിതമായ ക്ഷീണം. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെക്ഷൽ വീക്ക്നെസ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഇനി ഇതിന് സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസീസിന് ഒരു 3 സ്റ്റേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ 3 സ്റ്റേജ് ആയിട്ട് മാറ്റിയതുകൊണ്ട് മൈൽഡ് ഡിസീസ്, അതായത് നമ്മളിപ്പോൾ ഒരു മൈൽഡായിട്ട് വരുന്ന കേസുകൾ എന്താണ്, അത് ആ സമയത്ത് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, വല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകും. പക്ഷെ ചില സമയത്ത് മാത്രം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും. ചില സമയത്ത് ഇറക്ഷന് ബുദ്ധിമുട്ട് വരും. മോർണിംഗ് ഇറക്ഷൻ എന്നുള്ള സാധനം ഇല്ലാതാവും. മോർണിംഗ് നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന ചില ഇറക്ഷൻസ് ഉണ്ട്. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമ്മളിപ്പം വീഡിയോസ് കാണുകയാണെങ്കിലും വൈഫ് അടുത്തുണ്ടാവുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ചില ആക്ടിവിറ്റീസ്, ആ സമയത്ത് ഉണ്ടാവുന്ന ഇറക്ഷൻസ് അത് ഉണ്ടാവില്ല. പതിയെ ലിപ്പിഡ് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും. അതായത് സെക്ഷൽ ഡിസയർ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും.
മൂന്നാമത്തെ സ്റ്റേജിലേക്ക് സിവിയർ സ്റ്റേജ് ആണ്. സിവിയർ സ്റ്റേജിലേക്ക് എന്താണ്, അവിടെ നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തന്നെ വരും. ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥ. അത് കുറച്ച് ടൈം എടുത്ത് സംഭവിക്കുന്നതാണ്, ഒറ്റയടിക്ക് സംഭവിക്കും. നമ്മൾ ഞാൻ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജും, അതായത് മൈൽഡും സ്റ്റാർട്ടിങ് സ്റ്റേജും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് പതിയെ പതിയെ സിവിയറിലേക്ക് മാറും. അപ്പോൾ സിവിയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി ലെങ്തി ആണ്. അപ്പോൾ സിവിയറിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ED ആയിട്ട് മാറിയിട്ടുണ്ടാവും, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പൂർണ്ണമായിട്ടുണ്ടാവും, പിന്നെ നല്ല പ്രയാസത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ സിംറ്റംസ് പറഞ്ഞു. ഇനി അടുത്ത് ചെയ്യാനുള്ള നമുക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിഹാരങ്ങൾ. നോർമലി നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽവിക് എക്സസൈസുകൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കെഗിൾസ് എക്സസൈസ്, അതുപോലെ തന്നെ സൈക്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിസ്ക് വാക്ക്. അതായത് പിന്നെ എന്തായാലും ഈ 3 തരത്തിലും ഈ 3 ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1 hour എങ്കിലും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. ഇനി നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നേരത്തെ പറഞ്ഞ 3 കാരണങ്ങൾ, ആ 3 കാരണങ്ങളിൽ ഏറ്റവും ഡയബറ്റിക് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ നിയന്ത്രിച്ച് മാറ്റേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ ഫുഡ് പ്ലേറ്റ് ഉൾപ്പെടുത്താൻ നമുക്കത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്ത് തരാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി നമുക്ക് നോക്കാം, ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ബ്ലോക്കുകൾ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റാണ് എന്താണ്, ഇഞ്ചി, വെളുത്തുള്ളി ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. ഇത് ആൻറ്റി ഓക്സിഡൻറ്റോട് കൂടി തന്നെ മൂഡ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. പിന്നെ മാതള നാരങ്ങ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതോടൊപ്പം തന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമുക്കിപ്പം രാത്രി പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ലാത്തൊരു വ്യക്തികളാണെങ്കിൽ പിന്നെ വാൾനട്ട് കഴിക്കുകയാണ്. വാൾനട്ട് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ്. കഴിക്കുകയാണെങ്കിൽ ഒരു 4 വാൾനട്ടും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള ഒരു ഈത്തപ്പഴം, ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ ഈത്തപ്പഴം ഒഴിവാക്കിക്കൊണ്ട് വാൾനട്ട് അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് നെർവ്സിന്, നേരത്തെ പറഞ്ഞ പോലെ നെർവ്സിൻ്റെ റിജുവിനേഷൻ വളരെ ഹെൽപ്ഫുൾ ചെയ്യും. കാരണം എന്താണ്, റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ ടേം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ഈ പറഞ്ഞ പെനീസിൻ്റെ ഭാഗത്തേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഡയറക്റ്റായിട്ട് ഈ ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒലീവ് ഓയിൽ കൊണ്ട് പെൽവിക് ഏരിയ, അതായത് നമ്മുടെ പെനീസിൻ്റെ ഭാഗം താഴെ ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്യാന്നുള്ളത്. അരക്ക് താഴെ ലൈറ്റ് മസാജ് ചെയ്യാതെ ഒരു 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ എടുത്തിട്ട് പറ്റുകയാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മസാജ് ചെയ്തിട്ട് ചൂടാക്കിയാലും മതി. അത് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്ഷൽ പ്രോബ്ലംസിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ പോവാതിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.